ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നെഹമ്യാവ് എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. നെഹമ്യാവ് 2-ാം അധ്യായം 2-ാം വാക്യം. അതുകൊണ്ട് രാജാവ് എന്നോട് ചോദിച്ചു, രാജാവ് എന്നോട്, നിന്റെ മുഖം വാടിയിരിക്കുന്നതെന്ത്? നിനക്ക് ദീനമൊന്നുമില്ലല്ലോ, ഇത് മനദുഃഖമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞു. ഇന്ന് പാനപാത്രവാഹകനായ നെഹമ്യാവിനെ കാണാൻ നിങ്ങളെ ശൂഷാൻ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നെഹമ്യാവ് എന്ന പേരിൻ്റെ അർത്ഥം കർത്താവിൻ്റെ ആശ്വാസം എന്നാണ്. പേർഷ്യയിലെ രാജാവായ അർത്തഹഷ്ടാവിൻ്റെ പാനപാത്രവാഹകനായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചെങ്കിലും യെരുശലേമിനോടുള്ള വികാരാധീനമായ സ്നേഹത്താൽ നെഹമ്യാവിൻ്റെ ഹൃദയം ജ്വലിച്ചു. ഇസ്രായേൽ മക്കളുടെ അവസ്ഥയെക്കുറിച്ചും അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട യഹൂദന്മാരുടെ ദുരവസ്ഥയെക്കുറിച്ചും അറിയാൻ അദ്ദേഹം ശ്രദ്ധാപൂർവം അന്വേഷണം നടത്തി. തൻ്റെ ഭക്ഷണവും ജോലിയും സുഖകരമായ ജീവിതവും സ്വാർത്ഥതയോടെ ആസ്വദിക്കുന്നതിന് പകരം യെരുശലേം നാശത്തിലാണെന്നും യഹൂദന്മാർ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ടെന്നും നെഹമ്യാവ് കേട്ടപ്പോൾ അവൻ ഇരുന്ന് കരഞ്ഞു. ദിവസങ്ങളോളം അവൻ വിലപിച്ചുപവസിച്ചു. സ്വർഗത്തിലെ ദൈവത്തിന് മുൻപാകെ പ്രാർത്ഥിച്ചു എന്ന് നെഹമ്യാവ് 1-ാം അധ്യായം 4-5 വാക്യങ്ങളിൽ കാണപ്പെടുന്നു. ബൈബിൾ പറയുന്നു, പരസ്പരം ഭാരങ്ങൾ വഹിക്കുവീൻ, അങ്ങനെ ക്രിസ്തുവിൻ്റെ നിയമങ്ങൾ നിറവേറ്റുവീൻ. പരസ്പരം ദുഃഖങ്ങൾ പങ്കുവയ്ക്കാനും പരസ്പരം മധ്യസ്ഥത വഹിക്കാനും നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. അത്തരം ആത്മാർത്ഥമായ പ്രാർത്ഥന തീർച്ചയായും വിടുതലും സമാധാനവും നൽകും. എപ്പോഴും സന്തോഷകരമായ ആത്മാവോടെ വീഞ്ഞു വിളമ്പുന്ന നെഹമ്യാവിൻ്റെ ദുഃഖകരമായ മുഖം കണ്ടപ്പോൾ രാജാവ് അത്ഭുതപ്പെട്ടു. അപ്പോൾ രാജാവ് ആശങ്കയോടെ അവനോട് ചോദിച്ചു, നിനക്ക് അസുഖമില്ലാതിരുന്നിട്ടും നിന്റെ മുഖം ദുഃഖിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന്. ഇത് നെഹമ്യാവ് 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ കാണപ്പെടുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എപ്പോഴും ആത്മാവിൽ സന്തോഷം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ലൂക്കോസ് 10-ാം അധ്യായം 21-ാം വാക്യത്തിൽ കാണപ്പെടുന്നു. അവനെ വെളുത്തവനും ചുമപ്പ് നിറവുമുള്ളവനായി വിശേഷിപ്പിച്ചിരിക്കുന്നു. എന്നിരുന്നാലും അവൻ മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങളും അകൃത്യങ്ങളും വഹിച്ചതിനാൽ യേശു ക്രിസ്തു ദുഃഖങ്ങളുടെ മനുഷ്യനായി തീർന്നു. തീർച്ചയായും നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചിരിക്കുന്നു എന്ന് വിചാരിച്ചു എന്ന് യെശയ്യാവ് 53-ാം അധ്യായം 4-ാം വാക്യത്തിൽ കാണപ്പെടുന്നു. ഈ ദുഃഖം അവന് സ്വാഭാവികമായിരുന്നില്ല. അവൻ നമ്മുടെ ദുഃഖങ്ങൾ ചുമന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. പാപം അറിയാത്തവൻ നമുക്ക് വേണ്ടി തന്നെ പാപമാക്കി. ഒരിക്കലും അകൃത്യം പോലും പരിഗണിക്കാത്തവൻ അക്രമികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേൽ ആയി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു എന്ന് യെശയ്യാവ് 53-ാം അധ്യായം 5-ാം വാക്യത്തിൽ കാണപ്പെടുന്നു. നെഹമ്യാവിൻ്റെ ദുഃഖത്തിൻ്റെ കാരണം രാജാവ് മനസ്സിലാക്കിയപ്പോൾ അവന് അനുമതിയും യെരുശലേം പുനർനിർമ്മിക്കാൻ ആവശ്യമായ എല്ലാം നൽകി. അതുപോലെ നിങ്ങൾ വിലപിക്കുകയും കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയും മറ്റുള്ളവരുടെ പരാജയങ്ങൾക്കും ആവശ്യങ്ങൾക്കും വേണ്ടി മധ്യസ്ഥത വഹിക്കുകയും ചെയ്യുമ്പോൾ നഷ്ടപ്പെട്ടതെല്ലാം സ്വർഗസ്ഥനായ പിതാവ് പുനഃസ്ഥാപിപ്പിക്കും. ദൈവമക്കളെ, നെഹമ്യാവിൻ്റെ ഭക്തിയും തീക്ഷ്ണതയും നിങ്ങളിലും കാണപ്പെടട്ടെ. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം നെഹമ്യാവ് 13-ാം അധ്യായം 31-ാം വാക്യം. എൻ്റെ ദൈവമേ, ഇതെനിക്ക് നന്മയ്ക്കായിട്ട് ഓർക്കണമേ. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ യെശയ്യാവ് 62, 63, 64 അധ്യായങ്ങൾ. വൈകുന്നേരം 1 തീമോഥെയോസ് 1-ാം അധ്യായം. ആമേൻ.